എല്ലാവർക്കും നമസ്തേ. നമ്മുടെ വ്യൂവേഴ്സിനോടൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുപോകുന്നതെന്നാണ് ചാനലിൻ്റെ കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഗസ്റ്റുകളൊക്കെ വീട്ടിലുള്ളപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു സോസ് പാനിലേക്ക് 250 ml ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ്. അതിലോട്ട് 6 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 100 ml വെള്ളവും കൂടി ചേർക്കാം, 1/2 ഗ്ലാസ്. കട്ടയൊന്നുമില്ലാതെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പം 1.5 ടീസ്പൂൺ അഗർ പൗഡറാണ്, ചൈന ഗ്രാസിൻ്റെ പൗഡർ. അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർക്കാം. അധികം മധുരമില്ലാത്ത ഒരു ഡെസേർട്ടാണിത് കേട്ടോ. കൂടുതൽ മധുരം നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും ഈ സമയത്ത് ചേർക്കണം. ഇനി ഈ പുഡിങ് ബൗളിലേക്ക് ഒഴിച്ച് സെറ്റാക്കാം. ഇതിനി ഒന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ്ങൊക്കെ സെറ്റായി. സൈഡൊക്കെ വേണമെങ്കിൽ ഒരു നൈഫ് കൊണ്ടൊന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല ഗ്ലാസ് പോലുണ്ടല്ലേ. ഈസി അല്ലേ ഉണ്ടാക്കാൻ, കാണാനും എന്ത് ഭംഗിയാണല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. എന്തായാലും പുഡിങ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അധികം അത്ര മധുരമില്ല, എന്നാൽ ഗസ്റ്റൊക്കെ വീട്ടിലുള്ളപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ഡെസേർട്ടാണിത്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ മിൽക്ക് പുഡിങ് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.